ഇതെന്നാ പണിയാ? 7:30 കഴിഞ്ഞ് 8:30 കഴിഞ്ഞു. തങ്കപ്പൻ നായരല്ലേ വേറെ ആളെ നോക്കണം. വൈകി എത്തുക എന്നുള്ള തങ്കപ്പൻ നായരുടെ കടവ. അതിലെന്താ കാര്യം? എത്ര കണ്ട് വൈകുന്നോ അത്ര കണ്ട് മതിപ്പ് കൂടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ അനുകരിക്കുക. വേറെ പിശാചികൾ ഒന്നിനെയും കിട്ടിയില്ല ഉദ്ഘാടനത്തിന്. റോഡ് കമ്മിറ്റിക്കാരത്ര മണ്ടന്മാരൊന്നും അല്ല. ശ്രീ KP തങ്കപ്പൻ നായരെ കൊണ്ടൊരു ബസ് വാങ്ങിപ്പിച്ച് ഈ റോഡിൽ ഓടിപ്പിക്കണം. ഒരു ബസ് വാങ്ങിക്കാൻ കെൽപ്പുള്ള വേറെ ആരാ ഉള്ളത് ഈ നാട്ടില്? ഞാനൊരു വാക്ക് പറഞ്ഞു. ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ, ഈ നാടിന്റെ രോമാഞ്ചമായ ശ്രീ KP തങ്കപ്പൻ നായർ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണാം. ദയവായി ക്യൂ പാലിക്കുക, ക്യൂ പാലിക്കുക. ഇതെന്താ റേഷൻ കടയാണോ ക്യൂ പാലിക്കാൻ? പ്രിയപ്പെട്ട എന്റെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെയെല്ലാം ശ്രമഫലമായി ഈ നാടിന്റെ ഹൃദയരേഖയായ വേറ്റുമ്മൽ കൊങ്ങാറ്റ റോഡ് ഇന്നിതാ ഗതാഗത യോഗ്യമായിരിക്കുകയാണ്. പൗരമുഖ്യനും പൊതുക്കാര്യ പ്രസക്തനും ദാനധർമ്മിഷ്ഠനുമായ ശ്രീ KP തങ്കപ്പൻ നായർ അവകളെ തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടകനായി ലഭിച്ചത് ഈ നാടിന്റെയും റോഡിന്റെയും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ മംഗളമുഹൂർത്തത്തിൽ നാട്ടുകാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ റോഡിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുവാനുള്ള സന്മനസ് അദ്ദേഹത്തിനുണ്ടാകണം. ഏതെങ്കിലും ഒരു അന്യനാട്ടുകാരൻ അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നാടിനും നാട്ടുകാർക്കും ഒരുപോലെ അപമാനകരമായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങ് നേഫായിലും ലഡാക്കിലും ശത്രുക്കളുടെ ചീറി വരുന്ന വെടിയുണ്ടകളെ വകവയ്ക്കാതെ കൂറ്റൻ പാറ്റൻ ടാങ്കുകൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എന്റെ ശേഷം ജീവിതം എന്റെ ജന്മനാട്ടിൽ ഒരു നാടൻ വാഹനം ഓടിച്ചു തന്നെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ റൂട്ടിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കണമെന്നും അതിന്റെ സാരഥിയായി എന്നെ തന്നെ നിശ്ചയിക്കണമെന്നും നാട്ടുകാരുടെ പേരിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ KP തങ്കപ്പൻ നായർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നല്ല വരുമാനം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഞാൻ ഈ റോഡിലൂടെ ബസ് ഓടിക്കാം. ഏതായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. അങ്ങോട്ട് ദയവായി ക്യൂ പാലിക്കുക. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, കവുങ്ങുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാ കുന്ത്രാണ്ടുണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയെ? നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ട് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? അത് ചോദ്യം, ബുദ്ധിപരമായ ചോദ്യം. പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റി വേണ്ട. ബസിന്റെ പുറത്ത് ശ്രീ KP തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും. ആളുകൾ അത് വായിക്കും, അന്വേഷിക്കും. ശ്രീ KP തങ്കപ്പൻ നായർ, ശ്രീ KP തങ്കപ്പൻ നായർ ആരടാ ഇയാള്? ഈ നാട്ടിലും ബസ് ഓടിച്ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ KP തങ്കപ്പൻ നായരെ ജനങ്ങൾ അറിയും. അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഈ നാട്ടിലെ ഏർപ്പാടുകളുടെ ഇടയ്ക്കിടെ നോടിയാലേ കായ് കിട്ടൂ. മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, 1965-66 കാലഘട്ടത്തിൽ പുതുക്കാട്ട് TMK ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി നടത്തുന്നത് ഞാനാ. എനിക്കറിയാം ഏതൊക്കെ റൂട്ടിൽ എത്ര കളക്ഷൻ കിട്ടുന്നു കിട്ടില്ല എന്നൊക്കെ. താൻ നോക്കി നടത്തിയതുകൊണ്ടായിരിക്കും TMK ട്രാൻസ്പോർട്ട് കമ്പനി പൂട്ടിയത്.
അത് ആ മുതലാളിയുടെ കൊളരായ്മ കൊണ്ട്. ഈ മുതലാളിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ലല്ലോ. വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്നതെന്ന്? ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി. അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ള വില. പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ട് തന്റെ മോളെ കെട്ടിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നു, ബസ് എന്ന് പറയുന്നത് എല്ലാരോടും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇളയൊന്ന് വെട്ടി തള്ളല്ലേ? നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ, ശരിയായോ? ഇല്ല. ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കാശ് ഒത്തിരി കളഞ്ഞു കാണൂല്ലേ? വീടും പറമ്പും പണയത്തിലാണ്. അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ. ഇക്കാലത്ത് ഈ MA-യും BA ഒന്നും പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താ നന്ദിനിക്കുട്ടി അധികം പഠിപ്പിക്കാതിരുന്നത്? ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് മനസ്സിലായോണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഡിഗ്രിക്കൊന്നും ഒരു വിലയുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി 5-6 തവണ പ്രീ ഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ. തന്നെയല്ല, എഴുതി എഴുതി കൈയക്ഷരമെങ്കിലും നന്നാകുന്നേ നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആട്ടെ, നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. ആ കനാല് പണിക്ക് കരിങ്കല്ല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്നറിയാമോ? 25 രൂപ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 25 രൂപ കിട്ടിയാൽ എന്താ മോശമാണോ? കരിങ്കല്ല് ചുമക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് ചുമക്കാൻ പോയാ നാട്ടുകാരെന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. നേരാ, അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഈ നാട്ടുകാര് വേറും ചെറ്റകളാ. അല്ല, ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സംഘങ്ങളാ പറഞ്ഞു നടക്കുന്നത്. എന്നെ പറ്റി? അതെ, എന്നെ പറ്റി എന്താ ഇത്ര പറയാറുള്ളത്? അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന 5 ഏക്കർ തെങ്ങും പുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും. ഏതാണ് ഇത് പറഞ്ഞത്? നാട്ടുകാര് ചെറ്റകള്. നീ നിന്റെ തളയോട് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതൊക്കെ വെറുതെ ആണെന്ന്. സത്യം. തറവാട്ടിലെ വെറും ഒരു കാര്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ. കുടുംബത്തിലെ ഏക പെൻസന്തതിയായിരുന്ന നിന്റെ അമ്മ, അതായത് എന്റെ ഒരേ ഒരു പെങ്ങള്, ഒരു കാര്യസ്ഥനോട് ഇറങ്ങിപ്പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല ചുതാ. സ്വത്തിനേക്കാളും പണത്തെക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായോ നിനക്ക്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. അമ്മാവൻ പറഞ്ഞ ഈ നാട്ടുകാര് ചെറ്റകളാ. അവരെന്തൊക്കെയാ പറയുന്നെന്ന് അറിയാമോ? സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല എന്ന്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അമ്മാവൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവ. അമ്മായിയും കൂടെ ഒന്ന് കാണണം. അമ്മായിയോട് കാപ്പിയോ ചായയോ എന്താ വെച്ചാ മേടിച്ചു കുടിച്ചോണ്ട് പോയാ മതി. ചായ തേങ്ങ കൊല ഞാൻ കാണിച്ചു തരാം. എന്താ അല്ല, ഇവിടെ ഓല വഴിച്ചെന്ന് പറഞ്ഞതാ. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാമോളെ. നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ. ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. അല്ല, പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ. പെണ്ണ് കാണലായിരിക്കും. അച്ഛതാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനമ്മാ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് ഓളെ. പേടിക്കണ്ട. ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30.
ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാണ്. ഇങ്ങോട്ട് വെച്ചോ മോളെ. അങ്ങോട്ട് അവിടെ അവിടെ. ഇത്. പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ. നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. മണ്ണത്ര ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല ഞാനേറ്റ്. അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേൽക്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. ആ നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേഖരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും.